പരസ്യമായി വെട്ടിക്കൊല്ലാൻ തുടങ്ങി. 7-ാം തീയതി രാത്രി അടുത്തുള്ള അനേകം കുടുംബക്കാർ, കുട്ടികളും വൃദ്ധന്മാരും സ്ത്രീകളും പുരുഷന്മാരും മറ്റും കൂടി 125ഓളം പേർ ചേർന്ന് ഒരു സംഘമായി അറിയല്ലൂർക്ക് പുറപ്പെട്ടു. മാപ്പിളമാർ കണ്ടെങ്കിലോ എന്നായിരുന്നു വലിയ ഭയം. കുട്ടികൾ വല്ലാതെ കരയുന്നുമുണ്ട്. ആ സമയത്ത് ഇരുട്ടത്ത് പോകുന്നതിനേക്കാൾ ഭയമായിരുന്നു മാപ്പിളമാരെ. എടുക്കാവുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ടുമുണ്ട്. അങ്ങനെ കുറെ പോയി പനമ്പുഴ കടവ് വരെ എത്തി. അപ്പോൾ മുൻഭാഗത്തുള്ളവരിൽ നിന്നും അയ്യോ കൊല്ലരുതേ കൊല്ലരുതേ എന്ന നിലവിളി കേൾക്കുന്നു. ഞാൻ ഏകദേശം സംഘത്തിന്റെ മധ്യത്തിലായിരുന്നു. ഇത് കേട്ടപ്പോഴാണ് 150ഓളം മാപ്പിളമാർ മുൻവശത്തു നിന്ന് ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നറിഞ്ഞത്. ഞങ്ങൾ പിന്തിരിഞ്ഞ് ഓട്ടം തുടങ്ങി. അപ്പോഴേക്കും പിൻവശത്തു നിന്നും ആക്രമണം തുടങ്ങി. സ്ത്രീയെന്നോ വൃദ്ധനെന്നോ കുട്ടിയെന്നോ ഭേദമില്ലാതെ വെട്ടി തുണ്ടമാക്കിയിരുന്നു. വെട്ടുകൊണ്ട് ചാവാനാവാതെ നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കവയ്യ. നായിന്റെ മക്കളെ, എങ്ങോട്ടാ പോകുന്നത്? വെട്ടിക്കളയനടാ എന്ന്